ഈ കുട്ടി പൈപ്പിൽ ഒരു ദ്വാരം കുഴിക്കാൻ $20 മില്യൺ ഈടാക്കുന്നു. ഇത് സാധാരണ ദ്വാരമല്ല. വാസ്തവത്തിൽ അവൻ രാജ്യത്തെ എണ്ണ പൈപ്പ് ലൈനിൽ ഒരു ഹൈ വോൾട്ടേജ് ഡ്രിൽ ഉപയോഗിച്ച് ദ്വാരങ്ങൾ തുറക്കുന്നു. ഓരോ കുറച്ച് ഇഞ്ച് കുഴിക്കലിന് ശേഷവും അവൻ ശ്രദ്ധാപൂർവ്വം ഒരു പ്രത്യേക കൂളിംഗ് ലിക്വിഡ് ഡ്രില്ലിനുള്ളിലിടുന്നു. കാരണം ചെറിയ അശ്രദ്ധ ഒരു വലിയ സ്ഫോടനത്തിന് കാരണമാകും. അത് അടുത്തുള്ള ഗ്രാമത്തെ മുഴുവൻ അപകടത്തിലാക്കും. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഭയമാണ്. എന്നിട്ടും അവർ നിർത്തുന്നില്ല. കാരണം ദ്വാരം ശരിയായി നിർമ്മിച്ച പൈപ്പ് ലൈനിൽ നിന്ന് എണ്ണ മോഷ്ടിക്കപ്പെടുമ്പോൾ അതിന് കരിഞ്ചന്തയിൽ വളരെ വലിയ വിലയുണ്ട്. ഇപ്പോൾ ആ കുട്ടി തന്നെ അല്പം പരിഭ്രാന്തിയിലായി തുടങ്ങിയിരുന്നു. കാരണം അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ അവസാനത്തെ തള്ളലോടെ ഡ്രിൽ അകത്തേക്ക് തള്ളി. പെട്ടെന്ന് ഡ്രിൽ പുറത്തെടുത്തു. അടുത്തുനിന്ന ഉടമ പരിഭ്രാന്തിയോടെ പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്തിനാണ് ഡ്രിൽ പുറത്തെടുത്തത്? കുട്ടി വ്യക്തമായി പറഞ്ഞു, ജോലി പൂർത്തിയായി. ഇപ്പോൾ എനിക്ക് $20 മില്യൺ തരൂ. ഉടമ ആശ്ചര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ശരിയായ മനസ്സിലാണോ? ദ്വാരം പൂർത്തിയായിട്ടില്ല. നിങ്ങൾ പണം ചോദിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ മരുഭൂമിയിലേക്ക് അയക്കാം. ആ കുട്ടി ആദ്യം ശാന്തനായി പ്രഷർ മീറ്റർ സ്ഥാപിച്ചു. എന്നിട്ട് പൈപ്പ് ലൈനുമായി ബന്ധിപ്പിച്ചു. ഈ പൈപ്പിന്റെ കനം 15 mm ആണ്. ഞാൻ ഇപ്പോൾ 14 mm ഡ്രിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ മർദ്ദത്തോടെ കടന്നുപോകും. ബാക്കിയുള്ള 1 mm യാന്ത്രികമായി പൊട്ടിത്തെറിക്കും. ഇതിൽ സ്ഫോടന സാധ്യതയില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലാക്കൂ ബോസ്, പേയ്മെന്റ് നടത്തൂ. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അകത്തുനിന്ന് വൈദ്യുതി വരാൻ തുടങ്ങിയതായി തോന്നുന്നു. 3 മുതൽ 5 സെക്കൻഡ് വരെയുള്ള കൗണ്ട്ഡൌണിൽ മർദ്ദം 0.1 നിന്ന് 91 ആയി. ഉടമ അത്ഭുതപ്പെട്ടു. ഇതിപ്പോൾ ഒരു മാജിക് ആണ്. എന്തുകൊണ്ടാണ് നമുക്കൊരു ദ്വാരത്തിന് $20 മില്യൺ ലഭിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു മിനിറ്റിനുള്ളിൽ എണ്ണ ഒഴുകുന്നത് കണ്ടപ്പോൾ ഉടമ വളരെ സന്തോഷിച്ചു. ജോലി പൂർത്തിയായി. പണം കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പോഴാണ് ഉടമ നിലത്തു നിന്ന് പുറത്തുവന്ന് പറഞ്ഞു, നീ എന്നോടൊപ്പം ജോലി ചെയ്യൂ. 1 വർഷത്തിനുള്ളിൽ നിനക്ക് $100 മില്യൺ സമ്പാദിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. കുട്ടി പതുക്കെ തിരിഞ്ഞു പറഞ്ഞു, ഒരു വലിയ പ്രോജക്ട് ഉണ്ടെങ്കിൽ ഞാൻ ആരുമായും പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് തന്നെ അറിയിക്കൂ. ഉടമയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് $300 ബില്യൺ വിലമതിക്കുന്ന ഒരു പ്രോജക്ട് ഉണ്ട്. എങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ നിങ്ങളെ നമ്മുടെ ബിഗ് ബോസിനെ പരിചയപ്പെടുത്താം. $300 ബില്യൺ കേട്ടപ്പോൾ ആ കുട്ടി എങ്ങനെ നിരസിക്കും? ഇരുവരും ടെറസിൽ കണ്ടുമുട്ടി. ബിഗ് ബോസ് നേരിട്ട് പറഞ്ഞു, ഇത്തവണ ലക്ഷ്യം $300 ബില്യൺ എണ്ണയാണെന്ന്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? ആ കുട്ടി മറുപടി പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. ആദ്യം നിങ്ങൾ ഇത്രയും എണ്ണ എവിടെ ഒളിപ്പിക്കുമെന്ന് ചിന്തിക്കുക. അപ്പോൾ മാത്രമേ മോഷണം ലാഭകരമാകൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.